ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചെറിയ ഉള്ളി കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം അതിനാവശ്യമായത് ചെറിയ ഉള്ളി, ഉണക്കമുളക്, പുളി. ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കുക. 10 ചുവന്ന മുളകും കുറച്ച് പുളിയും ചെറിയ ഉള്ളിയുമാണ് ആവശ്യമായത്. അതിനുശേഷം നമുക്ക് ചട്ടി അടുപ്പിൽ വെക്കുക. മൺചട്ടിയാണ് ഏറ്റവും നല്ലത്. അത് ഗ്യാസ് കൂടുതൽ ചിലവാകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ചട്ടി വെച്ചിട്ടുള്ളത്. ചട്ടി നല്ല ചൂടായതിന് ശേഷം നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചട്ടി ചൂടായി മുളക് ഈ ഒരു രൂപമായതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെക്കണം, കൂട്ടി വെക്കരുത്. എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ചിലവർ കുഞ്ഞുള്ളി എന്ന് പറയും, പച്ചമുളക് എന്ന് പറയും. ഞങ്ങളവിടെ പറയൽ ചെറുള്ളി, ഉണക്കമുളക്. ആദ്യമായിട്ട് വീഡിയോ ചെയ്യണം, അപ്പോൾ അതിൻ്റെതായ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ ഉണക്കി ഈ രൂപമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ആ ടൈം കൊണ്ട് നമുക്ക് പുളിയുടെ കുരു മാറ്റി കളയാം. പുളി മിക്സിയിൽ ഇടുമ്പോൾ പുളി അടിയുമ്പോൾ ഒരു ചമ്മന്തി പുളിയുടെ കുരു കടിക്കും, അപ്പോൾ അത് വേണ്ട. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് പുളിയുടെ കുരു കളഞ്ഞ് നമ്മൾ മിക്സീൻ്റെ ജാറിൽ പുളിയും ഉള്ളിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് മിക്സി അടിക്കുക. ഒന്നടിച്ച ശേഷം നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെ ആയിരിക്കും. അപ്പോൾ ഈ രൂപമായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ആവാനുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് അടിക്കുക. മിക്സി ഒന്ന് അടിക്കുക, ഓണാക്കി കൊടുക്കുക. ഒന്നും കൂടെ അടിക്കണം. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ മിക്സി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കൈ കൊണ്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ചുവന്ന മുളക് നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് സ്പൂൺ എടുത്തിട്ടുള്ളത്. മിക്സിയുടെ മൂടിയിലുണ്ട്, അപ്പോൾ നമുക്ക് അതും കൂടെ എടുക്കാം. മിക്സിയുള്ളത് മുഴുവനായിട്ട് നമുക്ക് എടുത്തിട്ട് ഇതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ആട്ടോ ഒഴിക്കേണ്ടത്. ഓയിൽ ഒഴിക്കരുത്, വെളിച്ചെണ്ണയാണ് വേണ്ടത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഉപ്പുണ്ടാകുന്ന നോക്കാം. പുളിയുള്ള കാരണം ചിലപ്പോൾ ഉപ്പ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഉപ്പിടാം. എനിക്ക് ഉപ്പില്ല, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ടതാണ് കേട്ടോ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ ആ ചമ്മന്തി ലാസ്റ്റ് ഈ രൂപമാവും. ഇത് നമുക്ക് കഞ്ഞിയുടെ കൂടെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും, ചോറുടെ കൂടെ കഴിക്കാനും. അപ്പോൾ മോൾക്ക് നമുക്ക് ചോറ് കൊടുക്കാം എങ്ങനെയുണ്ടെന്ന് അവൾ പറയും.